ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഞാൻ ജലജയെ കാണാൻ റൂമിലേക്ക് വന്നു. റൂമിൽ വന്നതിന് ശേഷം ജലജയോട് ഈ കാര്യങ്ങളെല്ലാം, അതായത് മുഖം വല്ലാണ്ടിരിക്കുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് വന്നെങ്കിൽ വന്നെന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാ മിണ്ടാതിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അനി ചോദിച്ചു, അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഈ സമയത്ത് ഇരിക്കുന്ന അപ്പച്ചടിയും മുഖവും ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ, അത് നഷ്ടമായി പോവില്ലായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്താ ഒന്നും രണ്ടും പറയും കേട്ടോ. അതിന് ആദർശ് വന്ന എന്ന് പറഞ്ഞപ്പോൾ എന്നാ കുഴപ്പം, ഞങ്ങളാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം പറയേണ്ട കാര്യങ്ങളെല്ലാം മേടത്തി നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഇനിയാണെങ്കിലും നവ്യേടത്തിയോട് പറഞ്ഞാലേ ഇതെല്ലാം അങ്ങ് മാറും എന്നനി ജലജയോട് പറയുക. ജലജയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല. അല്ല, അവനെ നാട് കടത്താൻ വല്ല മാർഗമുണ്ടോ അപ്പച്ചിയുടെ മോനെ എന്നിങ്ങനെ അനി അന്നേരം ചോദിച്ചു. ജലജയ്ക്ക് ദേഷ്യം വന്നിങ്ങനെ നോക്കി നിൽക്കും അന്നേരം. അത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പച്ചി, അവനെ വീട്ടിൽ നിന്ന് പോയാൽ തന്നെ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞു. അതിന് അവനിപ്പോൾ ആർക്കും ഒരു ശല്യവും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഗൾഫിലേക്ക് പോയ ആദർശനെ കൊടുക്കാൻ ശ്രമിച്ചത് അവനാണോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അനി ഇപ്പോൾ ആരെന്ത് ചെയ്താലും അതെല്ലാം അബിയുടെ തലയിലാണല്ലോ അല്ലേ കൊണ്ട് വെക്കുന്നത് എന്ന് ജലജ പറയുമ്പം അവൻ്റെ തലയിലല്ലാണ്ട് പിന്നെ ആരുടെ തലയിലാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത് എന്ന് അനിയ നേരം ചോദിച്ചു. ഈ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാനൊരു മനസ്സുള്ളത് അവന് മാത്രമാണെന്നും പറഞ്ഞു. അപ്പോൾ അവൻ ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങാതെ ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടില്ല. അവൻ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ള കാര്യം അനി പറയാം. എന്നിട്ട് സ്വന്തം ഭാര്യയെ മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികളുടെ പരസ്യത്തിന് വിട്ടവനാ അവൻ. എന്നിട്ടങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ ഏട്ടത്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങ് പോയതാണെന്നുള്ളത്. അങ്ങനെയാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്ന് കളിക്കുന്നത് അവനാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നും മുത്തശ്ശൻ അവനോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് വരേ ഉള്ളൂ അവൻ്റെ ഈ വീട്ടിലെ ജീവിതം, അതെന്തായാലും അപ്പച്ചി മറക്കണ്ടാന്നും അനി ഒന്ന് ഓർമ്മപ്പെടുത്തിയേച്ച് അനി അങ്ങ് ഇറങ്ങിപ്പോയി. ഇതും പറഞ്ഞ് അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് അത് സഹിച്ചില്ല. ജലജയ്ക്ക് ഭയങ്കര ദേഷ്യം. ജലജ എന്നിട്ട് കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കും അവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമിക ഇരുന്ന് അനന്തപുരിയിലെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഞാനും ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരുത്തൻ ജയിലിലായതുകൊണ്ട് ആ വീട് മരണവീടായിരുന്നെന്നും പിന്നീട് വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രേവതി. അപ്പോൾ വേണു ഇവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടിട്ട്, ഞാൻ ഇടയ്ക്ക് അബിയെ ഒരുപാട് തവണ വിളിച്ചത്, പക്ഷെ അവൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്നാ പോലും, അന്ന് ഇവിടെ വന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് പോയതാണല്ലോ, പിന്നെ എന്നെ വേണം കേട്ടോ പറ്റിയ എന്ന് രേവതി ചോദിക്കുമ്പം എന്നാന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ആദർശ് ജയിലിലായ വിവരം അപ്പോൾ ഇടയ്ക്ക് അവിടെയുള്ളവരെയൊക്കെ അറിയിക്കണമെന്ന് അബിയേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നേ. അപ്പോൾ ഇടയ്ക്ക് ചാനലുകാരെ പത്രക്കാരെയൊക്കെ അറിയിക്കണമെന്നും പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, എന്നെ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക. അപ്പോൾ ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ വേണുവേട്ടാ. അപ്പോൾ എന്ത് സംഭവിക്കാനോ? ഗൾഫിലെ ജയിലിൽ അവൻ കിടക്കുന്നത്. ഇനി ഇപ്പോൾ അവന് പെട്ടെന്നൊന്നും പുറത്തിറങ്ങാനായിട്ട് പറ്റത്തില്ലെന്നേ. അപ്പം നമ്മൾ ഭയന്നത് പോലെ അനന്തമൂർത്തിയുടെ സ്വാധീനം കൊണ്ട് അവൻ പുറത്തിറങ്ങി കാണുമോ? അതങ്ങ് നാട്ടിലെ എൻ്റെ പൊന്ന് രേവതി, ഗൾഫിൽ അയാളുടെ സ്വാധീനത്തിനൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല രേവതി. ആ വീട്ടിലുള്ളവർ ശ്വാസം മുട്ടണം. എനിക്കതാ കാണേണ്ടത്. അടുത്ത കോടതി കൂടുന്ന സമയത്ത് അവനൊക്കെ അവിടെ കിടന്ന് അനുഭവിക്കുന്ന എനിക്ക് കാണണം. അപ്പോൾ കരഞ്ഞ് നിലവിളിച്ചായിരിക്കണം അവനൊക്കെ കോടതിയിലേക്ക് വരേണ്ടതെന്ന് പറയുമ്പം കാര്യമൊക്കെ ശരിയാ, പക്ഷെ നീ എങ്ങനെയെങ്കിലും നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കണം കേട്ടോ മോളെന്ന് അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അങ്ങനെ വാങ്ങിച്ചെടുക്കണമെങ്കിൽ അച്ഛൻ ആദ്യം നല്ലൊരു വക്കീലെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവസ്ഥയൊക്കെ അറിയാവുന്നത് കൊണ്ട് വക്കീലന്മാർ വലിയ വലിയ ഫീസുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്ന കാര്യം വേണു നേരം പറഞ്ഞു. എന്നാലും നഷ്ടപരിഹാര തുകയുടെ നല്ലൊരു ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നല്ലൊരു വക്കീൽ കേസ് ഏറ്റെടുക്കില്ലേ വേണു കേട്ടാന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം, എന്തായാലും ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വരാച്ചാന്ന് പറഞ്ഞു. അപ്പോൾ നീ അങ്ങോട്ട് പോകുമെന്ന് രേവതി ചോദിക്കുമ്പം അച്ഛൻ പോകുന്നിടത്തേക്ക് തന്നെയാണെന്നും ഇതിനകത്തിരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടാണെന്നും പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ നീ ബാ എന്ന് പറഞ്ഞാൽ അച്ഛനും മോളും കൂടി കെട്ടി ഒരുങ്ങി പോവുക. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്താണ് നയനയും ആദർശം കൂടെ അതുവഴി വരുന്നതും നയനയ്ക്ക് മുല്ലപ്പൂ മേടിക്കാനായിട്ട് ഇവരെ ചെല്ലുന്നതും. എനിക്ക് 1-2 മുഴം മുല്ലപ്പൂ മതി, അതാണ് ആദർശേട്ടനാണ് 6-7 മുഴമൊക്കെ ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പം നീ അവർ തരുന്നത് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ശരിയെന്നും പറഞ്ഞു ഇവർ മുല്ലപ്പൂക്കടയിൽ ചെന്നു. പൂക്കടയിൽ ചെന്നിട്ട് പൂ മേടിക്കുമ്പം ആരായി വന്നിരിക്കുന്നേ, ഇത് മൊത്തം എടുക്കട്ടെ മോളെ എന്നൊക്കെ ചേച്ചി ചോദിച്ചു. അയ്യോ അത്രയൊന്നും വേണ്ട ചേച്ചി, 6 മുഴം മതിയെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ സാറ് കാറിലില്ലേ? ഉണ്ടല്ലോ, സാറ് വന്നെങ്കിൽ മൊത്തം വാങ്ങിച്ചേനെന്നൊക്കെ ചേച്ചി പറയാം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛാ വണ്ടി ഒന്ന് നിർത്തിക്കുക എന്ന് പറഞ്ഞ അനാമിക നോക്കുമ്പോൾ എന്താ നയനയെ കണ്ടു. അവള് അവിടെ മുല്ലപ്പൂ മേടിക്കാനായിട്ടാന്ന് തോന്നുന്നു കടയിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ധൃതിപ്പെട്ട് 2 എണ്ണങ്ങളും കൂടെ ഇറങ്ങി പോവാം പൂക്കടയിലേക്ക്. അപ്പം നയന ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ നീ കൊള്ളാലോടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു കേട്ടോ. അപ്പോൾ നയന തിരിഞ്ഞ് നോക്കണം. നിന്റെ ഭർത്താവ് ജയിലിലല്ലേടി? അത് പൂവൊക്കെ തല വെച്ചാണ് നീ ആഘോഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, അതിന് തനിക്ക് നഷ്ടം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു.
ഇവൾക്ക് ഇവളുടെ ഭർത്താവിനോട് സ്നേഹമൊന്നും ഇല്ല എൻ്റെ അച്ഛ, ഇവൾ വെറുതെ അഭിനയിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ സ്വന്തം ഭർത്താവിന് കല്യാണത്തിന് മുൻപ് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവളതിനെ ന്യായീകരിച്ചു കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക, എന്തായാലും അന്ന് കോടതിയിലിട്ട് നിന്നെ വലിച്ചേ കയറിയപ്പോൾ നിന്റെ ഭൂതകാലം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായതാണെന്ന് നയന അനാമികയോട് പറഞ്ഞു. നീ ഏത് രീതിയിലാണ് നടന്നതെന്നും എല്ലാവർക്കും മനസ്സിലായതാ. അത്രത്തോളം ഒന്നും ഞാൻ വരില്ല. നീ ഒരു മെൻ്റൽ പേഷ്യൻ്റ് അല്ലേടി എന്നും ചോദിച്ചു. അപ്പോഴും അമ്മച്ചനും മോളും ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെയുള്ളവരോട് അധികം സംസാരിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറയുമ്പം നിൻ്റെ അഹങ്കാരത്തിന് അവൻ തിരിച്ചു വരാൻ പോകുന്നില്ലടി എന്ന് അനാമിക. നിൻ്റെ ഭർത്താവെന്ന് പറയുന്നവനെന്ന് പറഞ്ഞു തീർന്നില്ല. ഭർത്താവ് ഇതേ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ്റെയും മോളുടെ കിളി അങ്ങ് പോയി. അന്തം വിട്ട് രണ്ടും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ദേ ജയിലിൽ കിടക്കുന്ന ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നയനെ കാട്ടി കൊടുക്കുമ്പോൾ വേണുവിൻ്റെ വായ ഇങ്ങനെ ആന്നും പറഞ്ഞ് തുറന്നിരിക്കും കേട്ടോ. അടയുന്നില്ല. ഞെട്ടലേ അല്ലെങ്കിൽ ആ ഒരു ആശ്ചര്യം. മുടി ഇങ്ങനെ വേണു എന്നിട്ട് നമ്മുടെ ആദർശനെ നോക്കും. അപ്പോൾ എന്താടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ജയിലിലാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ അല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ നേരം ആദർശേട്ടൻ ജയിലിലാണെന്ന് കരുതിയിട്ടാ മുല്ലപ്പൂ വാങ്ങാൻ വന്ന എന്നെ രണ്ടാളും താറടിക്കാനായിട്ടേ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ജയിലിലെന്നൊക്കെ ഇയാൾ പറഞ്ഞോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പിന്നെ ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്ന സന്തോഷം മുല്ലപ്പൂ തലയിൽ വെച്ച് ആഘോഷിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ആഘോഷിക്കടോ ഇവളുടെ അമ്മയൊക്കെ. പക്ഷേ എൻ്റെ ഭാര്യ അതിന് കിട്ടത്തില്ല. അത്ര സംസ്കാരമുള്ളതേ അവർക്കൊക്കെയാണെന്നും അല്ലാതെ നയനക്കല്ല എന്ന് അനാമികയോടും വേണുവിനോടുമായിട്ട് നമ്മുടെ ആദർശ് പറയുകയും ചെയ്തു. എൻ്റെ കുടുംബത്തെ മുഴുവൻ കോടതി കയറ്റുന്നതിന് തന്നെ ഇവിടെ ഇട്ട് തല്ലുക വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്താ ആദർശ് സംസാരിക്കുന്നത്. പിന്നെ കോടതിയിൽ ഞങ്ങളെക്കാളും കൂടുതൽ നാണം കെട്ടത് ഇവളും താനും ഒക്കെ ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാ അരിച്ച മുള്ളിലൊതുക്കി പോയതാ. വെറുതെ തല ഇറന്ന് വാങ്ങാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. തല്ലിയ തിരിച്ചു തല്ലാനെന്താ ഞങ്ങൾക്ക് കയ്യും കാലും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്നാൽ തല്ലടോ എന്നും പറഞ്ഞുകൊണ്ട് ദേ ആദർശ് കയറി വേണുവിൻ്റെ കുത്തിന് പിടിച്ചു. അപ്പോഴേക്കും ആദർശിട്ട വേണ്ടാന്ന് പറഞ്ഞു നയന. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മോള് അങ്ങനെ ഒന്നും തള്ളുമായി. ദേ തല്ലുകൊണ്ട് ചാവുന്നതിന് മുൻപ് ഇയാളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കടി എന്ന് പറഞ്ഞു. അച്ഛനെങ്കിൽ വന്നേന്നും പറഞ്ഞുകൊണ്ട് അനാമിക അച്ഛനെയും വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ വണ്ടിയെ കയറുന്നതിന് മുന്നേ നിന്നെ ഞാൻ പറപ്പിക്കൂടാന്നും പറഞ്ഞിട്ട് ഈ വേണു അങ്ങ് പോകും. അപ്പോൾ തന്നെയൊക്കെ പറപ്പിക്കാനേ പൈലറ്റ് ആവണമെന്നൊന്നും ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ നേരം പറഞ്ഞു. അച്ഛൻ ഇങ്ങ് വന്നേ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് മോള് വിളിച്ചോണ്ട് ഇനി അടി കിട്ടിയാൽ മോക്ക് പേടിയാണ്. അതുകൊണ്ടേ രണ്ടെണ്ണങ്ങളും കൂടെ വണ്ടിയെ കയറി അങ്ങോട്ടേക്ക് പോകണു. എന്തിനാ ദേ ഇതാണ് അവനെ നമ്മൾ വിളിച്ചപ്പോഴേ അവൻ കോൾ എടുക്കാതിരുന്നതെന്ന് വേണു അന്നേരം പറയാം. അവനെ ഇടയ്ക്ക് വിളിച്ചപ്പോൾ എടുക്കാതിരുന്നതിൻ്റെ ആ ഒരു ഇത് എന്തോ പന്തികേട് എനിക്ക് അന്നേരം തോന്നിയതാണെന്നും എന്നാൽ ഇത് കോലച്ചാതിയായി പോയെന്നൊക്കെ പറഞ്ഞ് ആശാൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് വണ്ടി എടുത്ത് അങ്ങ് പോവുകയും ചെയ്തു. ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പം ദേ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വന്നത്. ആദർശേട്ടൻ ജയിലിലാണെന്നുള്ള സന്തോഷത്തിലേ എന്ന് നയന ആദർശനോട് അത് കഴിഞ്ഞപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ അവൻ്റെ സന്തോഷം മാറിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അതായത് നയനയും ആദർശും കൂടി. ആ സമയത്ത് ആദർശാണെങ്കിൽ നയനയോട് നയന ആദർശനോട് ഞാൻ കരുതിയത് ഇവിടെ ഒഴുത്തനുണ്ടല്ലോ അബി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അനാമികയും അവളുടെ അച്ഛനും അമ്മയും അപ്പപ്പം പറയുമെന്നുള്ളതാണെന്നും ആദർശേട്ടൻ വന്ന കാര്യം അവരറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതിയതെന്നും ഇങ്ങനെ നയന പറഞ്ഞു. അപ്പം ഇപ്പം മനസ്സിലായില്ലേ അറിഞ്ഞില്ല എന്നുള്ളത്. എന്തായാലും രണ്ടിൻ്റെ മുഖത്ത് അടി കിട്ടിയതുപോലെ തന്നെ ആയിട്ടുണ്ട് എന്ന് നയന പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അബി അതുവഴി വരുന്നത്. ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ അവൻ തല ഊരാൻ നോക്കിയതാണ്. പക്ഷേ നടന്നില്ല. ആദർശം നയന ഇവരെ കണ്ടു. ഇവൻ അന്നേരം ഒന്നും അല്ലാത്ത പോലെ ഇവരുടെ അടുത്തേക്ക് വരുമോ. അവൻ വരുന്നുണ്ടല്ലോ ആദർശേട്ടാന്ന് നയന പറഞ്ഞു. വരട്ടെ എന്നും പറഞ്ഞു ഇവർ അകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവനാണെങ്കിൽ പേടിച്ച് പറിച്ചിങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുവാണ്. ഞാൻ വന്ന വിവരം നീ നിൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞില്ലായിരുന്നു എന്ന് ആദർശ് ചോദിച്ചു. എൻ്റെ കൂട്ടുകാരനോ അതാരേട്ടാ? അതെ നിൻ്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ടല്ലോ വേണു എന്ന് പറയുന്നവൻ. അനാമികയുടെ അച്ഛൻ. അയ്യോ ഞാൻ അവരെ ഒന്നും ഇപ്പോൾ വിളിക്കാറ് പോലുമില്ല. അപ്പം നീ മിണ്ടി പോകരുത്. പറഞ്ഞ് മനസ്സിലായല്ലോ. നീ എന്നും വിളിക്കുന്നുണ്ടെന്നും കാണുന്നുണ്ടെന്നും ഇപ്പോഴും നീ അവരുമായിട്ട് ബന്ധം തുടരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം നയന നേരം പറയുകയും ചെയ്തു. നീ നിഷേധിക്കാൻ ശ്രമിച്ചാലേ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും. അതിന് സംശയമൊന്നും വേണ്ടാന്നും പറഞ്ഞു. അറിയാലോ ഇപ്പം നിൻ്റെ അമ്മ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നത് എത്രത്തോളമാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചു. ഇവനെ കൊണ്ട് ശരീരം ആനയ്ക്ക് തന്നെ പണി ചെയ്യിപ്പിക്കണമെന്ന് നയന അന്നേരം ആദർശനോട് പറയുക. സ്വന്തം മോളെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ നടക്കുക ഇവനെന്നൊക്കെ പറഞ്ഞ് നയന ഇവനെ ശരിക്കും എടുത്തിട്ട് കുഴയുന്നു. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ചന്തമോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ. എന്നിട്ട് നീ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പം സ്കൂൾ ബസ് ഉണ്ടല്ലോ ഏട്ടത്തി. സ്കൂൾ ബസ് റോട്ടിലല്ലേ വരും, നിനക്ക് അവിടം വരെ ഒന്ന് കൊണ്ടുവിട്ടാൽ എന്താ കുഴപ്പമൊന്നും ആദർശം നേരം ചോദിച്ചു. അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അബി. അപ്പോൾ ശ്രദ്ധിച്ചാൽ പോരാ, നീ ഇനി മുതൽ ചന്തമോളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നീ നിൻ്റെ സ്വന്തം മോളെ കണ്ടില്ല എന്ന് നടിച്ച് നടന്നാൽ പിന്നെ നിനക്ക് മകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത് നീ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവർ രണ്ടുപേരും ഈ അബിയെ പിടിച്ചൊരു തള്ളും തള്ളിയേച്ച് അകത്തേക്ക് കയറിപ്പോയി. ഇവനാണെങ്കിലോ ഇരട്ടി കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക. നീ തീർന്നടാ, നിന്നെ ഞാൻ തീർക്കൂടാന്നുള്ളൊരിതിൽ.
അത് കഴിഞ്ഞ് പിന്നെ അബിയും ജലജയും കൂടെ അവിടെ നിന്ന് സംസാരിക്കാം. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ എല്ലാവരുടെ മുന്നിൽ പഞ്ചപുച്ഛ അടക്കി നിന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ജലജ നിന്ന് അങ്ങ് ഡയലോഗ് അടിക്കാം മോനോട്. പഠിത്തമൊക്കെ കഴിഞ്ഞൊരു കൊച്ചു വരുന്നുണ്ട്, ഇന്നിവിടെ എത്തുമെന്നാണ് പറഞ്ഞത് നിൻ്റെ അനിയത്തി. അവൾ വരുമ്പോൾ എന്താകുവാടാ ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുക. എന്താ അവളോട് പറയും നമ്മൾ, നീ അത് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ ഭയങ്കര ഇത്. അപ്പോൾ അവൾ വരുമ്പോൾ നമ്മൾക്ക് ഒന്നും അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല, നമ്മളിങ്ങനെ നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ഗൾഫിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മാത്രമല്ലമ്മേ എനിക്കറിയുള്ളൂ. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയെ സമാധാനിപ്പിക്കുന്നു മോൻ. ദുബായിൽ മൂർത്തി ജ്വല്ലറി 2ാം സ്ഥാനത്തായെന്നും ഇവിടെയും അധികം താമസിയാതെ അത് അങ്ങനെ തന്നെ ആകും അമ്മ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞ് മോൻ അമ്മയെ സമാധാനിപ്പിക്കും. അങ്ങനെ അവർ ആ കാര്യം അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ മുത്തശ്ശനും ജയനും അജയനും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുക. അപ്പം അനി എല്ലാവരും ഉണ്ട്. അപ്പോൾ നീ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു, ജയിലിൽ കിടക്കാതെ അവിടെ നിന്ന് ഊരിപ്പോന്നു. പക്ഷെ മൂർത്തി ജ്വല്ലറി ആദ്യമായിട്ടാണ് ഒരു തടസ്സം നേരിടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും കേട്ടോ, ആദർശനോടും എല്ലാവരോടുമായിട്ട്. നമ്മുടെ ഷെയർ കുത്തനെയാണ് ഇടിഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തച്ഛൻ പറയുന്നത് കേട്ട് ഞെട്ടി ഇരിക്കുക ഇവർ. അപ്പോൾ നമുക്ക് ഉയർച്ച താഴ്ചകൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കിയിട്ടില്ല. അതെല്ലാം നമ്മൾ നേടി പോന്നിട്ടുമുണ്ട്. പക്ഷെ ഇത്തവണ നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ഇതിനു മുന്നേ നമ്മുടെ കമ്പനി ഇത്രയും താഴെ പോയിട്ടുണ്ടോ ജയ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് ജയൻ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ആദർശം എന്ന് മുത്തച്ഛൻ ആദർശനോട് പറയുക കേട്ടോ. അപ്പോൾ ആദർശം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. വന്ന പോരായ്മ അത് എവിടെയാണോ എങ്ങനെയാണോ അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കണമെന്നും പറഞ്ഞു. ഇത്തവണ നമുക്ക് 10% വളർച്ചയല്ല താഴ്ചയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിലും താഴേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും മുത്തച്ഛൻ ഇങ്ങനെ പറയുന്നു. അനന്തപുരിയിൽ ഒരു വലിയ മാരണം വന്ന് ചാടിയിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടായാലും കമ്പനി കാര്യങ്ങൾ മുറ പോലെ തന്നെ നടക്കണമെന്ന കാര്യവും മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു ആദർശനോട്. അതിനുള്ള വഴി തേടണമെന്ന്. എനിക്ക് ശേഷം ഞാൻ കണ്ടത് നിന്നെയാണ് മോനെ, അവിടെ എനിക്ക് പാളിച്ച പറ്റരുതെന്ന് പറയുമ്പോൾ ഇല്ല മുത്തച്ഛ, ഒരിക്കലും പാളിച്ച പറ്റില്ല എന്ന് ആദർശ് പറയുക. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു മറുപടിയല്ല പ്രതീക്ഷിക്കുന്നത്, ഇത് തരണം ചെയ്യും, നമ്മുടെ കമ്പനി ഒന്നാമതെത്തും, ആ ഒരു മറുപടി എനിക്ക് വേണ്ടത്. നയനമോള് ഡിസൈൻ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിച്ചതുകൊണ്ട് കഴിഞ്ഞ വർഷം നീ പറഞ്ഞ 10% എന്നുള്ളതും 20 മുതൽ 25% വരെ ആയിരുന്നു നമുക്ക് വളർച്ച. പക്ഷേ ഇത്തവണ അതെല്ലാം നേരെ കുത്തനെ താഴേക്ക് പോന്നിരിക്കുകയാണെന്നും AM ജ്വല്ലറി നമുക്ക് ഉയർത്തുന്ന വെല്ലുവിളി അത് ചെറുതൊന്നുമല്ല, ഇതുവരെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ഈ ബിസിനസ്സിൽ നടന്നിട്ടുള്ളതെന്നും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുവാണ്. പിന്നെ ഇത്രയും നാളായി അവർ ഗൾഫിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതുമാത്രമല്ല കേരളത്തിലും അവരുടെ വലിയൊരു നേട്ടം അവർ കാണുന്നുണ്ട്, അതുകൊണ്ട് അതിനു വേണ്ടുന്നതാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ദുബായിലേക്ക് വരുത്തുകയായിരുന്നു നമ്മുടെ എതിരാളികൾ. അതിനുവേണ്ടി അവർ ചെയ്ത കാര്യങ്ങളിലാണ് നമ്മൾ ചെന്ന് പെട്ടത്. പക്ഷേ കാര്യങ്ങളെല്ലാം നേരത്തെ അറിയാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ മുത്തശ്ശനായിട്ട് തുടങ്ങി വെച്ച ഇതാണ്, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനുള്ള അല്ലെങ്കിൽ അത് തകർന്നു പോകാനുള്ള ഇടയുണ്ടാവരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് പറയാം. അപ്പോഴത്തേക്ക് ഇത് കേട്ട് ജയൻ, കേട്ടല്ല അച്ഛൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജയൻ, ഞങ്ങളുടെയൊക്കെ കഴിവിൽ സംശയമുള്ളത് കൊണ്ടാണ് MBA കഴിഞ്ഞപ്പോൾ തന്നെ നിന്നെയല്ല ഏൽപ്പിച്ചതെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശനും നമ്മുടെ ജയൻ ഇങ്ങനെ മുത്തശ്ശൻ്റെ മുന്നിൽ ഇരുന്ന് പറയുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ കുടുംബത്തിനകത്ത് ഏതൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, അത് ബിസിനസ്സിനെ ബാധിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുക ആദർശന്. ബിസിനകത്ത് അച്ഛനും കൊച്ചുമക്കൾ, ഭാര്യ, ഭർത്താവ് ഇതൊന്നുമില്ല. അപ്പോൾ ഒരിക്കലും കുടുംബത്തിനെയും അതുപോലെ ബിസിനസ്സിനെയും കൂട്ടിക്കൊഴിക്കാൻ പാടില്ല ആദർശേ. നീ പരാജയപ്പെടുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നയാൾ ഞാനാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു. നീ ഇപ്പോൾ ദുബായ് ജയിലിൽ കിടക്കാതെ പുറത്തു വന്നു, അതിനുശേഷം 1-2 ദിവസം ഇവിടെ ചില നാടകങ്ങളൊക്കെ നടത്തി. ഇനി പക്ഷേ കുറച്ചുകൂടി ജാഗ്രത കാണിച്ച് വേണം മുന്നോട്ട് പോകാനെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകുമെന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമുക്കിടയിൽ വന്നിരിക്കുന്ന ആ ശത്രു ആരാണെന്ന് അജയൻ ഇങ്ങനെ നേരം ചോദിക്കുന്നു. ആ സമയത്ത് ഒരു മുതൽ, അതായത് ഒരാൾ ആ വണ്ടിയിൽ നിന്ന് വന്നിറങ്ങുന്നു. ആ വണ്ടിയിൽ നിന്ന് വന്നിറങ്ങുന്ന കൂട്ടത്തിൽ അടുത്ത വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, ആ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അബിയുടെ പെങ്ങളും അതുപോലെ AM ജ്വല്ലറിയുടെ MDയും ആയിരുന്നു. ഇവർ 2 പേരുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 2 പേരും കൂടി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വന്നിറങ്ങി അവരെ ഭയങ്കര കാര്യമായിട്ടൊക്കെ സ്വീകരിക്കുന്നു. അങ്ങനെ സംഭവങ്ങളെല്ലാം പുകയായിട്ട് മുന്നോട്ട് നടക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോൾ ആദർശം നയനും ഇനി എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.